ഇന്ത്യയിലെ ഏത് കോഴ്സ് എടുത്തോളൂ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്ന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരിക്കും. ഉദാഹരണത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ 11ാം സ്ഥാനത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതിൻ്റെ മികവ് കൊണ്ട് പിന്നീട് അത് 2012 IIT ആയി മാറി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ത്യയിലെ മെഡിക്കൽ പഠന സ്ഥാപനങ്ങളിൽ 7ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ നിങ്ങൾ ലോ പഠനവുമായിട്ട് ബന്ധപ്പെട്ട മികച്ച സ്ഥാപനങ്ങളുടെ റാങ്കിങ് എടുത്ത് നോക്ക്. നിയമ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് 5ാം സ്ഥാനത്ത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ നിയമ പഠന സ്ഥാപനമാണുള്ളത്. ബിസിനസ് സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ 36ാം സ്ഥാനത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് സ്റ്റഡീസ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേത്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി. QS റാങ്കിങ്ങിൽ 801നും 1000നും ഇടയിൽ വരുന്ന റാങ്ക്. ഏഷ്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ 177ാം സ്ഥാനം. NIRF റാങ്കിംഗ് പ്രകാരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ 15 വരും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇങ്ങനെയൊക്കെ ഒരുപാട് സവിശേഷതകളുള്ള വലിയൊരു സ്ഥാപനമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. 1905 ബനാറസ്, അന്നത്തെ കാശി, മറ്റൊരു പേരിൽ വാരാണസി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 21ാം സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വെച്ച് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ വലിയൊരു സന്ദേശവും വലിയൊരു മെസ്സേജും വലിയൊരു പ്രഖ്യാപനവും നടത്തി. യൂറോപ്പിലെയും അമേരിക്കയിലും ശാസ്ത്ര സാങ്കേതിക വളർച്ചകൾക്ക് ഒപ്പം നിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മികച്ച സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അതിനേക്കാൾ പ്രധാനം ഇന്ത്യയുടെ മഹത്തായ സംസ്കാരവും പാരമ്പര്യവും ലോകത്തിന് പരിചിതമാവണമെങ്കിൽ അത് ഉൾക്കൊള്ളുന്നൊരു വലിയ സ്ഥാപനം ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുകയും അതോടൊപ്പം അത്തരമൊരു സ്ഥാപനം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ, പ്രത്യേകിച്ച് വാരാണസി ബേസ് ചെയ്തുകൊണ്ടൊരു സ്ഥാപനം തുടങ്ങാൻ ഉള്ള തൻ്റെ ആഗ്രഹവും സ്വപ്നവും പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ 1905 സമ്മേളനത്തിൽ പറഞ്ഞു. അത് അവിടെ ഒതുങ്ങിയില്ല. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെ ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി ചർച്ച ചെയ്ത് ആലോചിച്ച് 1911 വലിയൊരു വിദ്യാഭ്യാസ പദ്ധതി, ഒരു സ്ഥാപന പദ്ധതിയുമായി അദ്ദേഹം രംഗത്ത് വരികയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 1911 അദ്ദേഹം പ്രസിദ്ധീകരിച്ച പദ്ധതിയാണ് പിന്നീട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തിലേക്ക് വഴിവെച്ചത്. അന്ന് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആ പദ്ധതി വായിച്ചറിഞ്ഞ് അതിൽ ആകൃഷ്ടയായി ഹോം റൂൾ ലീഗിൻ്റെ സ്ഥാപകയായ ആനി ബസന്റ് അദ്ദേഹത്തോട് അതിനോട് കൂടി ചേർന്ന് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പിന്നീട് കാശി രാജാവായിരുന്ന നാരായൺ സിംഗും രാജകുടുംബാംഗമായ രാമേശ്വർ സിംഗും ഈ ഒരു സ്വപ്നത്തോട് കൂടിച്ചേരുകയും യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാവുകയും ചെയ്തു. 1916 ഫെബ്രുവരി 4 വസന്ത പഞ്ചമി ദിവസം കാശി പട്ടണത്തോട് ചേർന്ന ഒരു പ്രാന്തപ്രദേശത്ത് യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചു. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഹാർഡിംഗെ ആയിരുന്നു ശിലാസ്ഥാപനം നടത്തിയത്. പിന്നീട് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജോലി രാജിവെക്കുകയും മുഴുസമയവും യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധി, CV രാമൻ, ജഗദീഷ് ചന്ദ്രബോസ് പോലുള്ള പ്രമുഖരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി എക്സ്റ്റൻഷൻ ലെക്ചർ സീരീസിന് അദ്ദേഹം തുടക്കം കുറിച്ചു. അതിനെ തുടർന്ന് ഒരുപാട് പേർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സംഭാവന ചെയ്തു. കാശി രാജാവ് 1300 ഏക്കർ ഭൂമിയാണ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചെയ്തത്. അന്നത്തെ ഹൈദരാബാദ് നൈസാം ആയിരുന്ന മിർ ഉസ്മാൻ അലി ഖാൻ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മാത്രമായിട്ട് 1 ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തത്. ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടേത് വലിയൊരു ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാൻ പറ്റും. വലിയൊരു മഹത്തായ പാരമ്പര്യം ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും മികച്ച 6 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, 14 ഫാക്കൽറ്റികൾ, 140 ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി.
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ സയൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ മികച്ച 6 സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുണ്ട്. അതിന് പുറമെ ഇൻ്റർ ഡിസിപ്ലിനറി സെൻറ്റർ ഫോർ ലൈഫ് സയൻസ്, ഇൻ്റർ ഡിസിപ്ലിനറി സെൻറ്റർ ഫോർ മാത്തമാറ്റിക്കൽ സയൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, സ്കൂൾ ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് അടങ്ങുന്ന ഒരുപാട് മികച്ച ഗവേഷണ സ്ഥാപനങ്ങൾ ക്യാമ്പസിലുണ്ട്. പുറമെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ISROയും ICAR ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചും സഹകരിക്കുന്ന മറ്റനവധി റിസർച്ച് ഗവേഷണ സ്ഥാപനങ്ങളിൽ ക്യാമ്പസിൽ വളരെ നന്നായി വർക്ക് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു സ്ഥാപനമാണ്, ഒരു സംഗമം, ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു സംഗമ ഭൂമി എന്ന് വേണമെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. UET എന്ന പേരിൽ അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് എന്ന പേരിലുള്ള 2 പരീക്ഷകളിലൂടെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്കും വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 6 വരെ അപേക്ഷിക്കാം. പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ആ പ്രോസസ്സിന് പല ഘട്ടങ്ങളുണ്ട്, പല ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം വരുന്നത് രജിസ്ട്രേഷനാണ്. ഇമെയിൽ ID-യും മൊബൈൽ നമ്പറും ചേർത്ത് രജിസ്റ്റർ ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്നത് നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും ആഡ് ചെയ്യുന്നു. ശേഷം നമ്മളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം പേയ്മെൻറ്റിലേക്ക് കടക്കുന്നു. പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒരു കൺഫർമേഷൻ പേജ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. ഈ പ്രോസസ്സാണ്. എൻട്രൻസ് എക്സാമിനേഷൻ MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. പ്രത്യേകിച്ച് UET അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റിൽ അത് വിവിധ ഘട്ടങ്ങൾ, പരീക്ഷകളൊക്കെ ഏകദേശം സെപ്റ്റംബർ 28 മുതൽ തുടങ്ങി ഒക്ടോബർ 2nd വീക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമിനേഷൻ രീതിയാണ്. അതും ഓൺലൈൻ എക്സാമിനേഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തിൽ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ഒരു കോമൺ എക്സാമിനേഷനെ പോലെയാണ് നടക്കുന്നത്. അതിൽ 120 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 120 മിനിറ്റാണ് സമയം, 480 മാർക്കാണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് എന്നർത്ഥം. ദെൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനിൽ 120 ക്വസ്റ്റ്യൻ വിന്യസിച്ചിരിക്കുന്നത് രസകരമാണ്. ഒന്നാമത്തേത് GKയും കറണ്ട് അഫയേഴ്സുമാണ്, അത് 60 മാർക്കിനാണ്. പിന്നുള്ളത് ന്യൂമറിക്കൽ എബിലിറ്റി 15 മാർക്കിന്. ദെൻ മറ്റൊന്ന് 15 മാർക്കിന് തന്നെയുള്ള റീസണിങ്ങും ജനറൽ മെൻ്റൽ എബിലിറ്റി വരുന്ന ഭാഗം. ദെൻ 30 മാർക്കിനുള്ള ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ. ഇതാണ് ടെസ്റ്റ്. അതിനകത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷനിൽ വിഷയാധിഷ്ഠിതമാണ്. ചില അണ്ടർ ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ കോഴ്സുകളും വിഷയാധിഷ്ഠിതമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എൻട്രൻസ് എക്സാമിൻ്റെ സിലബസും ഡീറ്റെയിൽസും NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കി മനസ്സിലാക്കി പഠിക്കുക. ശ്രദ്ധിക്കുക, അപേക്ഷാ ഫീസ് 600 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 300 രൂപ അടച്ചാൽ മതി. BFA BPA അതുപോലെ തന്നെ ചില B.Ed കോഴ്സുകളുടെ പരീക്ഷാ തീയതി സെപ്റ്റംബർ 28 ചില B.Ed കോഴ്സുകളും BA LLB കോഴ്സുകളും സെപ്റ്റംബർ 29 പരീക്ഷ നടത്തുന്നത്. ദെൻ അതുപോലെ തന്നെ BA ഹോണേഴ്സ് ആർട്സും BA ഹോണേഴ്സ് സോഷ്യൽ സയൻസും ഒക്ടോബർ 3 പരീക്ഷ. BSc ഹോണേഴ്സ് സയൻസും BSc അഗ്രികൾച്ചറും ഒക്ടോബർ 4 പരീക്ഷ നടത്തുന്നത്. അപ്പോൾ പരീക്ഷാ ക്രമീകരണങ്ങളും തീയതികളൊക്കെ കൃത്യമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യണം. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ BA കോഴ്സും BSc കോഴ്സും ഈ കോഴ്സുകളുടെ ഒരു കോഴ്സുകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇന്ന കോഴ്സുകളാണ് ഉള്ളത്. ഇപ്പോൾ BA എക്കണോമിക്സ്, BSc മാത്തമാറ്റിക്സ്, ഇങ്ങനെ കൃത്യമായിട്ട് ബ്രോഷറിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ
യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോയി എന്തൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയത് എന്നത് ശ്രദ്ധിക്കണം. ഒരു പണിയാണ്, ബുദ്ധിമുട്ടുള്ള പണിയാണ്. എന്തായാലും ഞാൻ ഈ പ്രസൻറ്റേഷനിൽ ഇപ്പോൾ തന്നെ നിങ്ങളോട് അവിടെയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്താണ് എന്ന് വിവരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് നോക്കി കോഴ്സിന് അപേക്ഷ സമർപ്പിക്കുകയും എങ്ങനെയെങ്കിലും മെനക്കെട്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുകയും വേണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, എല്ലാത്തിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ അവൈലബിളുമാണ്. വിജയം ആശംസിക്കുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര പശ്ചാത്തലവുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കോഴ്സ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത് ലാംഗ്വേജ് കോഴ്സുകൾ, ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസസ്, പിന്നെ സയൻസ്, ദെൻ BCom കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ എന്ന നിലക്കാണ്. അതിൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ BA അറബിക്, BA ബംഗാളി, BA ഹിന്ദി, BA മറാത്തി, BA പേർഷ്യൻ, BA പാലി, BA സാൻസ്ക്രിറ്റ്, BA തമിഴ്, BA തെലുഗു, BA ഉറുദു, BA നേപ്പാളി, BA ഇംഗ്ലീഷ്, BA ചൈനീസ്, BA ജർമ്മൻ, BA ഫ്രഞ്ച്. സോഷ്യൽ സയൻസ് പ്രോഗ്രാമുകളും ആർട്സ് പ്രോഗ്രാമുകളും BA ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ആർക്കിയോളജി, BA ഹിസ്റ്ററി ഓഫ് ആർട്ട്, BA ഫിലോസഫി, BA ജിയോഗ്രഫി, BA മാത്തമാറ്റിക്സ്, BA സ്റ്റാറ്റിസ്റ്റിക്സ്, BA ഇക്കണോമിക്സ്, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA സൈക്കോളജി, BA സോഷ്യോളജി. BCom ഹോണേഴ്സ്. BSc സയൻസ് പ്രോഗ്രാമുകൾ BSc ബോട്ടണി, BSc കെമിസ്ട്രി, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, BSc ജിയോഗ്രഫി, BSc ജിയോളജി, BSc ഹോം സയൻസ്, BSc മാത്തമാറ്റിക്സ്, BSc ഫിസിക്സ്, BSc സൈക്കോളജി, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc സുവോളജി. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ലാംഗ്വേജിൽ MA അറബിക്, MA ചൈനീസ്, MA ഇംഗ്ലീഷ്, MA ഫ്രഞ്ച്, MA ജർമ്മൻ, MA നേപ്പാളി, MA പേർഷ്യൻ, MA ബംഗാളി, MA ഹിന്ദി, MA മറാത്തി, MA തെലുഗു, MA ഉറുദു, MA പാലി, MA സാൻസ്ക്രിറ്റ്. ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസ് പ്രോഗ്രാമുകളായിട്ട് വരുന്നത് MA ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ആർക്കിയോളജി, ഹിസ്റ്ററി ഓഫ് ആർട്ട്, MA ഫിലോസഫി, MA ഹിന്ദു സ്റ്റഡീസ്, MA മാസ് കമ്മ്യൂണിക്കേഷൻ, MA മ്യൂസിയോളജി, MA ഹിന്ദി ജേർണലിസം, MA ഇക്കണോമിക്സ്, MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA സോഷ്യോളജി, MA സോഷ്യൽ വർക്ക്, MA ആന്ത്രപ്പോളജി, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA ജിയോഗ്രഫി. സയൻസ് പ്രോഗ്രാമുകൾ MSc ഫിസിക്സ്, MSc കെമിസ്ട്രി, MSc ജിയോളജി, MSc സുവോളജി, MSc ബോട്ടണി, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc ബയോകെമിസ്ട്രി, MSc ജിയോഫിസിക്സ്, MSc എൻവയൺമെൻറ്റൽ സയൻസസ്, MSc അപ്ലൈഡ് മൈക്രോബയോളജി, MSc സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, MSc ഫോറൻസിക് സയൻസ്, MSc മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, MSc ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, MSc ബയോ ഇൻഫർമാറ്റിക്സ്. ഇങ്ങനെ ഒരുപാട് മറ്റു കോഴ്സുകളുണ്ട്. അത് വിശദമായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് പഠിക്കുക. ഇനി ഇതിന് പുറമെ കുറേ പ്രൊഫഷണൽ കോഴ്സുകളും ഒരുപാട് പ്രൊഫഷണൽ കോഴ്സസും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ട്. MCA, MBA, മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, മാസ്റ്റേഴ്സ് ഇൻ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, MEd, MFA, MFA മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ്, MPA മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ്. ഇതിന് പുറമെ പ്രൊഫഷണലായിട്ട് വരുന്ന ഒരുപാട് BVoc, MVoc പ്രോഗ്രാമുകൾ ക്യാമ്പസിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലുണ്ട്. എന്തായാലും BVoc പ്രോഗ്രാമുകൾ ഞാൻ മൊത്തത്തിലൊന്ന് പറയാം. BVoc കാറ്ററിംഗ് ടെക്നോളജി ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് റീറ്റെയിലിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, അഗ്രി ബിസിനസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ,
റീറ്റെയിൽ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, ഫാഷൻ ടെക്നോളജി ആൻഡ് അപ്പാരൽ ഡിസൈനിങ്, മോഡേൺ ഓഫീസ് മാനേജ്മെൻറ്റ്, ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, മെഡിക്കൽ ലാബ് ടെക്നോളജി. ഇതൊക്കെ ബിവോക്ക് പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഓറിയൻറ്റേഷനുള്ള ഡിഗ്രി പ്രോഗ്രാമുകളും ഇവിടെയുണ്ട്. എക്സാം സെൻറ്റേഴ്സ് കേരളത്തിൽ വരുന്നത് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, ട്രിവാൻഡ്രം, തൃശ്ശൂർ.